ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 38, 39 വാക്യങ്ങൾ വായിച്ച് കർത്താവ് എന്നെ പരമേൽപ്പിച്ച ആത്മീക ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38, 39 വാക്യം. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച സന്ദേശം, ഹല്ലേലൂയ, നാം മുന്നോട്ട് പോകുന്നവരോ പുറകോട്ട് പോകുന്നവരോ എന്നുള്ളതാണ്. മുന്നോട്ട് പോകുന്ന ഈ ഓട്ടത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ ദാസൻ വളരെ ആധികാരികമായി ആത്മശക്തിയോടെ പറഞ്ഞത്. നമ്മുടെ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഒന്ന് പറഞ്ഞ് നമുക്കൊരു ഓട്ടമുണ്ടെന്ന് പറഞ്ഞു. 2, നമ്മുടെ ഓട്ടത്തിൻ്റെ അങ്ങേ തല ഫിനിഷിംഗ് പോയിന്റിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം, ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. അത് തിളക്കമുള്ളൊരു നഗരമാണ്, അടിസ്ഥാനമുള്ളൊരു നഗരമാണ്, അതൊരു പട്ടണമാണ്. ആ പട്ടണം പണിതാളാരാണ്? ഇതൊക്കെയാണ് കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചത്. ആ ഓട്ടത്തിനകത്ത് നമ്മളെ കൊണ്ട് എത്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് ദൈവദാസൻ ഊന്നിപ്പറഞ്ഞ ഭാരവും പാപവും. അതുകൊണ്ട് ആരെ നോക്കണം എന്നുള്ള സമാപന ദൂതോടുകൂടിയാണ് നമ്മെ സമർപ്പണത്തിൽ കൊണ്ടെത്തിച്ചത്. ഞാൻ പറയാൻ പോകുന്ന 4-ാമത്തെ ഭാഗം സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ 1-ാം ഭാഗമാണ് ദൈവദാസൻ ഓർപ്പിച്ചത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത് എബ്രായ വിശ്വാസികളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു ക്ഷീണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. ഏറ്റവും വലിയ ആത്മീക സന്തോഷമാണ് ദൈവസഭ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവ കൊട്ടാക്കര മേഖലയിലുള്ള ദൈവദാസിദാസന്മാർ വർഷങ്ങളായി ഇവിടെ കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആർക്കും ഇതുവരെ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. ഇന്ന് ഞാൻ എവിടെയോ പറഞ്ഞു, 2 ആഴ്ച മുമ്പായിരുന്നു തോന്നുന്നു സെൻട്രൽ കൺവെൻഷൻ, അതിനു മുമ്പ് പിന്നെ ബേർഷേബയുടെ കൺവെൻഷൻ, പിന്നെയും ഇതേ ഗ്രൗണ്ടിൽ നാം മേഖലാ കൺവെൻഷന് വന്നിരിക്കുന്നു. ഇനി ഇവിടെ ജനറൽ കൺവെൻഷൻ നടത്തിയാലും സന്തോഷമുള്ളൂ. കാരണമല്ലേ, നമുക്ക് വലിയ സന്തോഷമാണ് ദൈവസന്നിധിയിൽ ഓടി വരുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു യാത്ര ചെയ്ത് 10-12 കൺവെൻഷൻ്റെ സ്റ്റേജുകൾ കണ്ടു. പാട്ട് പാടുന്നു, വൈകുന്നേരത്തെ മീറ്റിങ്ങിൻ്റെ പ്രഭാഷണങ്ങൾ നടക്കുന്നു, ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നു, പൊതുയോഗം നടക്കുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ജനത്തിന് ആവേശമാണ്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ചോദ്യം ഇതാണ്, 2025 കാലെടുത്ത് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ, ഞാനൊരു പുതുവർഷത്തിലാണ് കയറിയിരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 31-ാം തീയതി രാത്രി ഞാൻ സഭയിൽ പറഞ്ഞായിരുന്നു, തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ മാറത്തില്ല, അതേ ഭാര്യ തന്നെ ആയിരിക്കും. കുഞ്ഞമ്മയും ചിന്നമ്മയും മാറുമെന്ന് ആരും സ്വപ്നം കാണല്ല. അവിടെ ചെല്ലുമ്പോൾ ചാക്കോച്ചനും അവറാച്ചനും ഭർത്താവ് മാറുമെന്ന് ആരും സ്വപ്നം കാണരുത്. അവിടെ ചെല്ലുമ്പോൾ വീടിൻ്റെ മുറി വലുതാകത്തില്ല, കാറിൻ്റെ നിറം മാറത്തില്ല. ആകെ മാറുന്നത് മനോരമ കലണ്ടർ മാത്രം, വേറൊന്നും മാറാൻ പോകുന്നില്ല. പിന്നെ മാറ്റമെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന മാറ്റമാണ്. 2025 പുതിയ വാഗ്ദാനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുകളെ മാറ്റിമറിക്കുന്നതല്ല, എനിക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്നാണ്. 24 ഭാരവും 24 പാപവും എൻ്റെ കാലിൽ ഇല്ല എന്ന് ഉറപ്പാക്കുന്ന വർഷമായി മാറട്ടെ 2025. ഇല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടല്ല ഓടുന്നത്, ഞാൻ പുറകോട്ടാണ് ഓടുന്നത് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ഒരു കുതിപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവനാമത്തിനു വേണ്ടി കഷ്ടം സഹിച്ച്, നിന്ന സഹിച്ച്, അപമാനം സഹിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട വിശുദ്ധഗണമായ എബ്രായ വിശ്വാസികൾ മനസ്സുമടുത്ത് ക്ഷീണിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ലേഖനകർത്താവ് ലേഖനം അവർക്ക് കൈമാറുന്നത്. വിശുദ്ധ തിരുവെഴുത്തിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ പഴയ നിയമത്തോട് അലർജിയാണ്, ചിലർക്ക് പുതിയ നിയമത്തോട് ഒത്തിരി സ്നേഹവുമാണ്. അത് ആ പേരിനകത്ത് വന്ന കുഴപ്പമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പഴയ നിയമമായതുകൊണ്ട് ഇതങ്ങ് ഒത്തിരി പഴയതും, പുതിയ നിയമമായതുകൊണ്ട് ഇതേതോ ഒത്തിരി പുതിയതും എന്നൊരു തെറ്റിദ്ധാരണ അകത്തുണ്ട്. അതുകൊണ്ട് ഈ പഴയ പുതിയ എന്ന പദം ഒന്ന് മാറ്റിപ്പിടിച്ചുകൊണ്ട് ദൈവവചനം എന്ന ഒറ്റക്കെട്ടിൽ അവിടെ ഇരുന്നോട്ടെ. പേര് നല്ലതാ, പഴയത് പുതിയതൊക്കെ കിടന്നോട്ടെ. ദൈവവചനം എന്ന ഒറ്റ തലക്കെട്ടിനകത്ത് വേണം വചനത്തിൽ കൂടെ സഞ്ചരിക്കുവാൻ. ഇത് ദൈവത്തിൻ്റെ 2 നിയമങ്ങളാണ് ദൈവമക്കളെ. ദൈവത്തിൻ്റെ നല്ല നിയമത്തിൻ്റെ 2 വശങ്ങളാണ്. ഒന്നാമത്തെ നിയമം ദൈവത്തിൻ്റെ നീതിയുടെ നിയമമാണ്.
അതുകൊണ്ടാണ് ഹല്ലേലൂയ പാപത്തിന് ഉടനെ ശിക്ഷ കൊടുക്കുന്ന, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന നീക്കം കൂടാത്ത പ്രമാണം എഴുതി വച്ചിരിക്കുന്ന, പാപത്തിന് ഉടനടി ശിക്ഷയുണ്ട്, ദുഷ്പ്രവർത്തിക്കാനുള്ള ശിക്ഷ വരുമെന്നതിന് ഞാൻ കൈയടിക്കുന്നു എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ നീക്കമില്ലാത്ത, മാറ്റമില്ലാത്ത നീതിയുടെ പ്രമാണം. ദൈവം മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ദൈവത്തെ നമ്മൾ ഭയങ്കരനായിട്ട് തോന്നുന്നത്. എന്തെങ്കിലും ചെയ്താൽ ഉടനെ അന്നേരം അങ്ങ് ശിക്ഷ. പർവ്വതം തൊടാൻ പോലും, ജനത്തിന് അടുത്തു പോകാൻ പോലും ഭീതി ഉളവാക്കിയതിൻ്റെ കാരണം അത്ര ഭയങ്കരനായ ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മറുവശമാണ്, ഒരു നാണയത്തിൻ്റെ അടുത്ത വശം പോലെയാണ്, ദൈവം സ്നേഹവാനായ ദൈവമാണ്. ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. നീതി നിവർത്തിക്കുകയും ന്യായം നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ ഹല്ലേലൂയ നീതി നിർവഹണത്തോടൊപ്പം തന്നെ കരുണ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം അടുത്ത ഭാഗത്ത് കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷമായി, നീതി നിവർത്തിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം മറുവശത്ത് പ്രത്യക്ഷമായതും ചെയ്തതാണ് നാം കാൽവറിയിൽ കണ്ടത്. നീതി നിവർത്തിച്ചോ? നീതി നിവർത്തിച്ചു. സ്നേഹം വെളിപ്പെടുത്തിയോ? സ്നേഹം വെളിപ്പെടുത്തി. അത് അനുഭവിച്ചവരാരാ? ദൈവദാസൻ ഓർപ്പിച്ചു, അതിൻ്റെ വക്താക്കളാണ് ഞങ്ങളെന്ന അഭിമാനമുള്ള എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയും. ദൈവത്തിൻ്റെ നീതി കാൽവറിയിൽ നിവർത്തിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട എബ്രായ വിശ്വാസികൾ ഹല്ലേലൂയ നല്ല ആഡംബരമായ ഒരു ചിന്താഗതികളിൽ നിന്ന് അവർ കടന്നു വന്നത്. കാണാനുണ്ട്, കേൾക്കാനുണ്ട്, രുചിക്കാനുണ്ട്, നടന്നു പോകാനുണ്ട്, തിന്മാനുണ്ട്, കുടിക്കാനുണ്ട്, എല്ലാറ്റിൻ്റെയും ഉച്ചസ്തരത്തിൽ നിന്നിരുന്ന അല്ലെങ്കിൽ അലങ്കാരത്തിൻ്റെ നടുവിൽ നിറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ പ്രമാണം കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. ആരംഭത്തിലൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. കൈകൊട്ടി പാട്ടും തമ്പേറടിയും ഹല്ലേലൂയയും സ്തോത്രവും ഒക്കെ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മനസ്സങ്ങോട്ട് മടുക്കാൻ തുടങ്ങി. ആ മടുപ്പിനെ ഒന്ന് ഉത്സാഹത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് ഓട്ടക്കളത്തിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നവരെ വീണ്ടും വലിച്ചോട്ടക്കളത്തിൽ കയറ്റി നിർത്തിയിട്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പടക്കുതിരിയെ പോലെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ് എബ്രായ ലേഖനം. ഹല്ലേലൂയ. പ്രധാനമായും 4 തരത്തിലുള്ള ക്ഷീണമാണ് അവർക്കുണ്ടായത്. അതാണ് ഇന്ന് രാത്രി നാം വേഗം ധ്യാനിക്കുന്നത്. അതിൻ്റെ 4ാം ഭാഗം ദൈവദാസൻ തൊട്ടതുകൊണ്ട് വിശദീകരണം അധികം എടുക്കുന്നില്ല. 4 തരത്തിലുള്ള പിന്മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായി. കാരണം അതാണ് നമ്മൾ വായിച്ച വാക്യം, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, വിശ്വസിച്ചതിന് ശേഷം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഓട്ടക്കളത്തിൽ നിൽക്കേണ്ട പലരും ഇന്ന് ഓട്ടക്കളത്തിൽ നിന്ന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് ഓട്ടം കാണുന്നവരായി മാറി. ഹല്ലേലൂയ. ഓടുന്ന ഒന്ന് കാണണം. അവരുടെ ഓട്ടം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയണം. അവരെവിടെ വരെ ഓടുമെന്നറിയണം. ആരൊക്കെ കൂടെ ഓടുമെന്നറിയണം. ഇതൊക്കെ കാണാൻ വേണ്ടി കിട്ടാവുന്നതിലും വലിയ ലെൻസ് വെച്ചുകൊണ്ട് അല്ലല്ല പുറത്തു നിന്ന് നോക്കുന്ന വലിയൊരു സമൂഹം. ഇത് സാക്ഷികളുടെ സമൂഹമല്ല, അല്ലല്ല ഇവരെ തുറച്ചു നോക്കുന്നൊരു സമൂഹം. അവരെ കൂടെ ഒന്ന് നമുക്ക് ഈ വർഷം അകത്തോട്ട് കൊണ്ടുവരണം. ഹല്ലേലൂയ. പുറത്തായിപ്പോയ ചിലതിനെ കൂടെ ഇന്ന് രാത്രി അകത്ത് കൊണ്ടുവരുന്നതായിരിക്കട്ടെ ദൈവസഭയുടെ ഈ ഓട്ടത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പോയവര് പോയട്ടെന്നല്ല, അയ്യോ മനസ്സുമടുത്ത് മാറിപ്പോയി, തളർന്നു മാറിപ്പോയി, പാപത്തിൽ വീണു, ഇനിയും സാധ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളുകയല്ല. ചില പിന്മാറ്റക്കാരെ നമുക്ക് മടക്കി കൊണ്ടുവരണം. ഒന്നും കൂടെ ഞാൻ ആഴമായി ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധിക്കണം. വളരെ ശാന്തമായി നിങ്ങൾക്ക് തുടർമാനമായ ചില മാസങ്ങളായുള്ള പ്രസംഗമായതുകൊണ്ട് ശബ്ദത്തിൻ്റെ ചില പോരായ്മ ഉള്ളത് കൊണ്ട് സദയം ക്ഷമിക്കുക. പ്രാർത്ഥനയും ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ പണ്ട് 2 പേരും 3 പേരൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവാണ്. അതൊരു പ്രോഗ്രാം കൊടുക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരുടെ കൂട്ടത്തിലുണ്ടേ? അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമൊന്നും അല്ല കൊടുക്കുന്നത്. പിന്നെ എന്തിനാ ഈ തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ സന്തോഷത്തോടെ ഇരുന്നോട്ടെ, എല്ലാവരും ചൂടൊക്കെ ഉള്ള സമയമല്ലേ, വചന ശുശ്രൂഷയുടെ പ്രാർത്ഥിക്കാൻ. അന്ന് അവരൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ടായിരുന്നു. കർത്താവേ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തണം. പിന്നെ പുറത്തെങ്ങും നിർത്തല്ലേ, ക്രൂശിൻ്റെ പുറകിലെ എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ, ക്രൂശിൻ്റെ പുറകിലെ പുള്ളിയെ നിർത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുത്, സ്ഥാനം വെളിപ്പെടുത്തരുത്, മാനം വെളിപ്പെടുത്തരുത്, സ്വന്തം കാര്യം ചിന്താവ പറയരുത്. എവിടെ പുള്ളി നിർത്താവൂ? ക്രൂശിൻ്റെ പുറകിലെ നിർത്താം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു വിടുന്ന കാര്യമായി പറയുന്നത്. പുറകിൽ നിർത്തണം കർത്താവ്. പിന്നെ അടുത്തത്, ഇന്ന് രാത്രി ചിലരുടെ പേരെവിടെ എഴുതണം?
ഇതൊക്കെ പ്രാർത്ഥിച്ചുള്ളവരാ. ഇവരുടെ ചിലരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതണം. ചില പിന്മാറ്റക്കാര് ഇപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നമ്മുടെ വിചാരം നമ്മൾ ഒത്തിരി മുന്നിൽ പോയെന്ന്. ഹല്ലേലൂയ. ആ സന്ദേശമാ ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. ചില പിന്മാറ്റക്കാർ മടങ്ങി വരണം. ആ പിന്മാറ്റക്കാർ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൈയോർത്തരും ഹല്ലേലൂയ പറഞ്ഞ് നമ്മളവര്. ഹല്ലേലൂയ. ആ പിന്മാറ്റക്കാരാരാ? പൗലോസ് പറഞ്ഞാൽ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇന്ന് രാത്രി ആത്മീയത്തിന്റെ തുടക്കം കുറിച്ച് ആവേശത്തോടെ ഓടി ഓടി ഹല്ലേലൂയ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞുകൊണ്ടിരുന്ന ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഞാൻ പറയുന്നു, 32 വർഷമായി വചന ശുശ്രൂഷയുമായി ഓടിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് പലയിടത്തും പുറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഈ പിന്മാറ്റത്തെ ഇന്ന് രാത്രി നമുക്ക് അതിജീവിക്കണം. എബ്രായ വിശ്വാസികൾക്കുണ്ടായ അല്ലെങ്കിൽ ആത്മീയ പിന്മാറ്റത്തിന്റെ 4 സൂചനകൾ പെന്തിക്കോസ്ത് സമൂഹത്തിൽ വളരെ ലക്ഷണമായി കാണുന്നുണ്ട്. അത് പക്ഷെ നാം പലപ്പോഴും പുക മൂടി മറച്ചു വെച്ചിരിക്കുക. അത് പലപ്പോഴും നാം ഹല്ലേലൂയ കർട്ടനിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇന്ന് രാത്രി അതൊന്ന് തെളിഞ്ഞു പുറത്തു വന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഒന്നാമത് നാം കാണുന്നത് പ്രൈസ് ഹല്ലേലൂയ 2-ാം അധ്യായത്തിന് 1-ാം വാക്യമാ. കൊട്ടാരക്കരയിൽ 64 വർഷമായി കൺവെൻഷൻ സ്റ്റേജുകളിൽ മാറി മാറി ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുന്ന ഇടത്ത് ഇതൊന്നും ഒരു പുതുക്കമുള്ള വാക്യമൊന്നുമല്ല. സന്ദേശം പുതുക്കമായി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു എന്ന് മാത്രമാണ്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഒന്നാമത് അവർക്കുണ്ടായ പിന്മാറ്റം, ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും കേട്ട സാധനമൊന്നും ഉള്ളിലില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം 1-ാം രാത്രി പ്രസംഗിച്ച് ഏത് പ്രസംഗമായിരുന്നു? ആർക്കറിയാം? അതുപോകട്ടെ, കഴിഞ്ഞ ഞായറാഴ്ച ദൈവദാസം വായിച്ച സങ്കീർത്തനം ഏതാ? ആർക്കറിയാം? അതുകൊണ്ടല്ലേ ഞങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എവിടെ വേണേലും പറയാം, എവിടെ വേണേലും വായിക്കാം, എന്ത് വേണേലും ചെയ്യാം. കാരണം ആർക്കും ഒരു ഓർമ്മയില്ല. ഹല്ലേലൂയ. കേട്ട വചനം അധികം ശ്രദ്ധയോടെ, ഞാൻ ഈ കഥ പറഞ്ഞ കാര്യമല്ല പറയുന്നത്, സഞ്ചാര സാഹിത്യമല്ല പറയുന്നത്, അവിടുത്തെയും ഇവിടുത്തെയും കാര്യം ഓർത്തു വെക്കുന്നല്ല പറഞ്ഞത്. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ദിവസം എന്തിനേറെ പറയുന്നു, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ വചനത്തിന്റെ വിത്ത് അകത്ത് കിടപ്പുള്ളവർക്കായി ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. പൊട്ടിമുളിച്ച് പലലയോ കിളിച്ച് ഫലവത്തായ വൃക്ഷമായി വളരേണ്ട എത്രയോ വിത്തുകൾ നാളുകളായി കളപ്പുരയിൽ കെട്ടിക്കിടക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിന്റെ സന്ദേശം, ദൈവവചനം ഉപകാരമായി ഭവിക്കണം. ഹല്ലേലൂയ. കർണരസമാരമായ കിഴവിക്കഥകളോ പൊട്ടച്ചെല്ലോ കളിവാക്കോ പറഞ്ഞിട്ട് മുമ്പിലിരിക്കുന്ന സദസ്യരെ ആനന്ദ നൃത്തമാടുന്ന ആത്മീക ശുശ്രൂഷയല്ല വചന ശുശ്രൂഷ. നിങ്ങളുടെ ഉള്ളിലേക്ക് വാരിയെറിയുന്ന വചനത്തിന്റെ വിത്ത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ ശുശ്രൂഷകൾക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും നിങ്ങൾ ഓടുന്ന ഓട്ടത്തിന് പ്രയോജനമായി തീരണമെന്ന് വചനം പറയുന്നവർക്ക് നിർബന്ധമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട വചനം അവര് ശ്രദ്ധയോടെ കരുതിക്കൊന്നിട്ടില്ല. കേൾക്കുന്നുണ്ട് ഹല്ലേലൂയ, നന്നായ വചനം കേൾക്കുന്നത്, പക്ഷേ സ്ഥിരതയോടെ കൈക്കൊണ്ടില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വചനം അങ്ങോട്ട് ആവേശത്തോടെ കേൾക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഉപമകളൊക്കെ നിങ്ങൾക്ക് സുപരിതമാണ്. അതൊന്ന് തൊട്ട് പറഞ്ഞാൽ മനസ്സിലാകും. 4 നിലത്ത് വീണ വിത്തുകളെ കുറിച്ചുള്ള ഉപമ അറിയാമല്ലോ. വഴിയിൽ വീണ വിത്ത് പോലെ. പ്രസംഗമൊക്കെ കേട്ട് വചനം കേട്ട് വചനം വായിച്ച്, ഈ പ്രസംഗം ഒന്ന് മാത്രം പറയാതെ വചനം വായിച്ചും കൂടെ ആയിക്കൊള്ളട്ടെ, വചനം വായിച്ചങ്ങോട്ട് പുറത്തിറങ്ങുമ്പോഴാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാര് കൊത്തിക്കൊണ്ട് പോയി? ഉറക്കെ പറഞ്ഞാട്ട്, മറിയാമ്മ കൊത്തിക്കൊണ്ട് പോയി. അത് ചാക്കൊച്ചൻ കൊത്തിക്കൊണ്ട് പോയി. കാരണം ഈ പറഞ്ഞ വചനവുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം വന്ന് ചെവി പറഞ്ഞു. ഈ വചനത്തിൻ്റെ മുകളിലേക്ക് ഹല്ലേലൂയ ഇതങ്ങ് വെച്ചു. അന്ന് രാത്രികാലം എങ്ങനെ നമ്മുടെ കൈമോശം വന്നത്? ദൈവവചനം നഷ്ടമായത് വചനത്തെക്കാൾ മറ്റു പലതിനും വില കൊടുത്തു. കേട്ട വചനം ഉപകാരമായി ഭവിക്കാതെ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എങ്ങനെ കരുതിക്കൊള്ളണമെന്നാ പത്രോസ് പറഞ്ഞത്? പ്രവചനവാക്യം അധികം സ്ഥിരമായിട്ടുണ്ട്. നേരം വെളുക്കുകയും ഹല്ലേലൂയ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊള്ളണം. ക്രിസ്തുവിന്റെ വരവ് വരെ, നീതി സൂര്യൻ പ്രഭാത നക്ഷത്രം പൊട്ടി ഉദിക്കുന്നത് വരെ, അല്ല, ഞാൻ ഈ മണ്ട് വിട്ടുപോകുന്നത് വരെ ഈ വചനത്തെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് കൊത്തിവെച്ചതുപോലെ കരുതണം. ഹല്ലേലൂയ. ആയുസ് പര്യന്തം നിലനിൽക്കുന്ന പ്രയോജനമുള്ള വചനമാ ദൈവം നമുക്ക് തന്നത്. എബ്രായ വിശ്വാസികൾക്ക് ഈ വചനം ഇപ്പോൾ ഭാരമായി മാറി. ദേവദാസൻ പറയുന്ന വചനം കൂടെ നിങ്ങൾ കേട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം.
വചനം അവർക്കൊരു ഭാരമായി മാറി. യഹോവയുടെ കൈ ഞങ്ങൾക്ക് ഭാരം എന്നൊക്കെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ഹോശിയായിലൊക്കെ വായിക്കുന്ന പോലെ ശുശ്രൂഷകൾ ഭാരമായി മാറി, ആത്മീകം ഭാരമായി മാറി. കാക്ക കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ ഹൃദയത്തിലേക്ക് വീഴുന്ന ദൈവവചനത്തിന്റെ വിത്ത്, മാനസാന്തരത്തിന്റെ വിത്ത്, ക്രമീകരണത്തിന്റെ വിത്ത്, വിശുദ്ധീകരണത്തിന്റെ വിത്ത്, അനുതാപത്തിലേക്ക് നയിക്കുന്ന ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ അകത്തോട്ട് കയറാതെ വാതുക്കൽ വെച്ച് തട്ടിക്കളയുകയാണ്. ഹല്ലേലൂയ. പാസ്റ്റർ ഷാജിയുടെ ആരംഭത്തിൽ ഓർപ്പിച്ചു, വിടുതലും സൗഖ്യവും ബന്ധനവും അഴിയുന്നൊക്കെ നല്ലതാണ്, നമുക്കതുള്ളതാ. നമ്മുടെ ബന്ധനം ദൈവമല്ലാതെ ആരാ അഴിക്കുന്നത്? നമ്മുടെ നന്മ ദൈവമല്ലാതെ ആരാ തരുന്നത്? പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഹല്ലേലൂയ. ദൈവവചനം ഹൃദയത്തിനകത്ത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കൊണ്ടു നടക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എബ്രായ വിശ്വാസികൾക്ക് കാലപ്പഴത്തിൽ അതൊരു മാന്യമായി മാറുകയാണ്. അവർക്കത് കൊണ്ടു നടക്കാനുള്ള ആരോഗ്യമില്ല. ഇല്ലെങ്കിൽ അത് മുള്ളിനിടയിൽ വീഴുന്ന വിത്ത് പോലെ ഞെരുങ്ങുകയാണ്. ഇല്ലെങ്കിൽ പാറപ്പുറത്ത് വീഴുന്ന വിത്ത് പോലെ വേരില്ലാത്ത ആത്മീയമാണ്. ഇന്ന് രാത്രി കാലം ദൈവവചനം അധികം സ്ഥിരതയോടെ കൈക്കൊള്ളണം. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അത് പ്രസംഗമാണെങ്കിൽ, വചന ശുശ്രൂഷയാണെങ്കിൽ, ചിട്ടയോടെ പറയുന്ന വചനമാണെങ്കിൽ ആ വചനം ഒന്ന് പഠിക്കാനുള്ള ആഗ്രഹം. അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്നതും കേൾക്കുന്നതും ഈ പുൽപ്പിറ്റീന്ന് കേൾക്കുന്ന മാത്രമാണ്. നവംബർ മാസം 1-ാം തീയതിയോടുകൂടി കേരളത്തിലെ കൺവെൻഷൻ സീസൺ ആരംഭിക്കുന്നു. SLC പരീക്ഷയുടെ തൊട്ടുതലേന്ന് അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു കൊച്ചു ഇടവേളയ്ക്ക് ശേഷം മെയ് മാസത്തിൽ പുനരാരംഭിക്കുന്നു. അതിങ്ങനെ തുടർമാനമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. നാം ഇങ്ങനെ അല്ലെങ്കിൽ കേൾവിക്കാരെ പോലെ പോകുന്നു, വരുന്നു, കാണുന്നു, കേൾക്കുന്നു. സന്തോഷം, സ്തോത്രം. കഴിഞ്ഞൊരു വർഷക്കാലം അധികം കേട്ടവൻ അധികം അടികൊള്ളും. അല്ല, എൻ്റെ കൂട്ടത്തിലുണ്ടോ? അധികം കേട്ടവർ അധികം അടികൊള്ളും. അധികം കണക്ക് പറയണം. ദൈവവചനം നമ്മിൽ രൂപാന്തരം വരുത്തണം. ഇന്ന് രാത്രികാലം കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാത്തത് കൊണ്ടാണ് ഇന്ന് മനസ്സ് മടുത്തുപോയത്. മറ്റുള്ളവർ ഒരു കാര്യം പറയുമ്പോൾ ആ വചനം അവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന നിരാശയുടെ വാക്ക് കേൾക്കുമ്പോൾ തിരിച്ചു പറയുന്ന ജീവന്റെ വചനം എവിടെ? അതല്ലേ വേദപുസ്തകത്തിന്റെ തെളിവ്. യേശുവിൻ്റെ അടുക്കിലേക്ക് പിശാച് വരുമ്പോൾ പിശാച് ബൈബിളും കൊണ്ടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഹല്ലേലൂയ ദൈവദാസന്മാർ പറയുന്നതിനെക്കാട്ടിലും ബൈബിൾ നന്നായിട്ട് ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എത്ര PhD പിശാചിനുണ്ടെന്ന് മാത്രം ഓർത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. പിശാചിന് ബൈബിൾ ക്ലാസ് ഒന്നും ആരും എടുക്കാൻ പോകേണ്ടത്. ആരോടാ പറഞ്ഞത്? യേശുവിന് ബൈബിൾ ക്ലാസ് എടുത്ത പാർട്ടി. ഹല്ലേലൂയ. സഭയിലെ പാവപ്പെട്ട വിശ്വാസികൾക്ക് 7 ദിവസത്തെ പ്രവചന പഠന ക്ലാസ് അല്ല എടുത്തത്. സാക്ഷാൽ വചനമായവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവന് ക്ലാസ് എടുത്തവൻ ആര്? പിശാച്. വചനത്തിൽ ഇന്ന വാക്യം, നമ്മുടെ ഭാഷ പറയാ, ഇന്ന അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, താഴോക്കി ചാടിക്കോ താങ്ങാൻ വേണ്ടി ആരുണ്ട്? ദൂതന്മാരുണ്ട്. നമ്മളാണ് എഴുന്നേറ്റ് കൈ ഉയർത്തി കൈയടിച്ച് പാടിയാനെ, എന്നെ താങ്ങുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്ന് ഇന്ന് പകൽക്കാലം എൻ്റെ മുമ്പിൽ നിന്ന് വെളിപ്പെടുത്തിയ ഈ ദൈവദാസനായ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ വെളിപ്പാടും ആത്മാവിലല്ലെന്ന് ഓർത്തോണം. എല്ലാ ദൂതും ആത്മാവിലല്ലെന്ന് തിരിച്ചറിയണം. മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് തിരിച്ചറിയുന്ന ദൈവകൃപ അത് വചനം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നവർ ആരാണെന്ന്. ഹല്ലേലൂയ. വെള്ള ഷർട്ട് ഇട്ടവരെല്ലാം പാസ്റ്റർമാരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കൈയടിക്കുന്നവരും ഹല്ലേലൂയ അന്യഭാഷ പറയുന്നവരും എല്ലാം ആത്മീയരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് രാത്രി എൻ്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ എന്നോട് ചോദിക്കുന്നു, കൊണ്ടു നടക്കുന്ന വചനത്തോട് നീതി പുലർത്തുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന വചനത്തിന് യാതൊരു വിലയുമില്ല. ഹല്ലേലൂയ. അങ്ങനെ വചനം പറഞ്ഞാൽ ഞാനാണ് പറഞ്ഞത് എന്ത് കറക്റ്റാ. 91-ാം സങ്കീർത്തനമൊക്കെ കൃത്യമായിട്ട് പച്ചലയും കത്രികയും പോലെയല്ലേ സാധനം തട്ടിവിടുന്നത്. പക്ഷേ യേശു പറഞ്ഞു, കുഞ്ഞെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതാ വചനം എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത് ഒത്തുപോകണം. വചനം വചനത്തോട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി അതിനെ വചനമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ട വചനം സ്ഥിരതയോടെ കൈക്കൊള്ളണം. നിരാശയുടെ വാക്ക് പറഞ്ഞുകൊണ്ട് ശത്രു മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ ആശ്വാസത്തിന്റെ വാക്ക് പറയുന്ന വചനം അകത്തുള്ളവർക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന പിശാചിന്റെ കയ്യടി കേൾക്കുമ്പോൾ അതിനെതിരെ കൈയടിക്കുന്ന ആത്മാവിന്റെ ദൂതുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മാർക്കിടുമ്പോൾ എന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വെളിപ്പാടുള്ള ഭക്തന്മാർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും വിടക്കം നെണ്ണുമ്പോൾ കൈനീട്ടി ആലിംഗനം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് വെളിപ്പാടുള്ളവർക്കായി സ്തോത്രം.
ഒറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റിക്കൊടുക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, ചവിട്ടിത്താഴ്ത്തുമ്പോൾ, രണ്ട് കൈ നീട്ടിയിട്ട് നിങ്ങൾ എനിക്കൊരു നിക്ഷേപമാണ് എന്ന് പറയുന്ന യഹോഭക്തന്മാരെ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിച്ചത് ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. നിങ്ങൾ കറുപ്പെടുത്തത്, ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത് ഒക്കെ ഇന്ന് നിങ്ങൾക്കൊരു വേദനയായി, മുറിവായിരിക്കുമ്പോൾ എനിക്കൊരു സന്ദേശം, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു നിക്ഷേപമായിരിക്കും. ദൈവവചനം അധികം സ്ഥിരതയോടെ കൈക്കൊള്ളണം. കേട്ട വചനത്തെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയ്ക്കകത്ത് ആർക്കും മായ്ച്ചു കളയുവാൻ കഴിയാത്തത്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, പിശാച് നീ എന്ത് വേണേലും പറഞ്ഞു, ആരെനിക്കെതിരെ എന്ത് വേണേലും പറഞ്ഞു, എൻ്റെ ചങ്കിനകത്തുണ്ട് തമ്പുരാന്റെ വചനം. ഇന്ന് രാത്രി എത്ര പേർക്ക് വിളിച്ചറിയാൻ പറ്റും അന്ന് കേട്ട ദൈവശബ്ദം? ഇന്നേക്ക് 32 വർഷം മുമ്പ് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചു വചനം, ഹല്ലേലൂയ, വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം കേട്ടുകൊണ്ടാ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ജോലി രാജിവെച്ചിറങ്ങിയത്. 32 വർഷമായി ദൈവവചനം പറയുന്നതിന് പിന്നിൽ ഞാൻ അന്ന് എൻ്റെ ചെവി കേട്ട ആ ദൈവശബ്ദം ഇന്നുമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ മനസ്സ് മടുക്കത്തില്ല, എൻ്റെ ഉള്ളം ക്ഷീണിക്കത്തില്ല. കുഞ്ഞെ, നീ കേട്ട ദൈവശബ്ദം ഓർമ്മയുണ്ടോ? ദൈവദാസ, അന്ന് കേട്ട വിളി ഓർമ്മയുണ്ടോ? ദൈവദാസി, അന്ന് കേട്ട വിളി ഓർമ്മയുണ്ടെങ്കിൽ ആത്മാവ് വിളിച്ചു പറഞ്ഞാട്ട്, എന്തെല്ലാം വന്നാലും ഞങ്ങൾ സന്തോഷം കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. ആത്മാവിൽ സ്തുതിക്കുവാൻ എത്ര പേര് തയ്യാറാകും? എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു, എന്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയുന്നു. ദൈവശബ്ദം കേട്ടവർക്കായി സ്തോത്രം, ദൈവശബ്ദം കേട്ടവർക്കായി സ്തോത്രം, ദൈവശബ്ദം കണ്ടവർക്കായി സ്തോത്രം, ദൈവശബ്ദം രുചിച്ചവർക്കായി സ്തോത്രം, ദൈവശബ്ദം അറിഞ്ഞവർക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരൊക്കെ നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാൻ ചേലൽ നോക്കിയാലും, ആരൊക്കെ മുന്നിൽ തടസ്സങ്ങളുടെ കൂമ്പാരം കെട്ടിപ്പൊക്കിയാലും, മതിലുകൾ ഒന്നിനു പുറകെ ഒന്നായി കെട്ടിപ്പൊക്കിയാലും, യോസഫിനോടുള്ള ദൈവിക വാഗ്ദത്തം പോലെ വില്ലാളികൾ അവന്റെ നേരെ അണിനിരക്കട്ടെ, മതിലുകൾ ഒന്നിനു പുറകെ കെട്ടിപ്പൊക്കട്ടെ, പക്ഷെ അതിന് മുകളിൽ പടരത്തക്കവണ്ണം നിന്റെ അകത്ത് കിട്ടിയ ദർശനമുണ്ടല്ലോ, അകത്ത് കിട്ടിയ സ്വപ്നമുണ്ടല്ലോ, അതിന് കഴിവുണ്ട്, കരുത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ഭക്തന്മാർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? കേട്ട വചനം, ഞങ്ങൾ കേട്ട വചനം, മടുപ്പ് മാറ്റുന്ന കേട്ട വചനം, നിരാശ മാറുന്നത് കേട്ട വചനവാ. കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. രണ്ടാമത്, സമയം വല്ലലയ്യ, ഈ നല്ല സ്പീഡുള്ള ക്ലോക്കാണ് ഇവിടുത്തെ. രണ്ടാമത്, സ്തോത്രമല്ലയ്യ, അവർക്കുണ്ടായ രണ്ടാമത്തെ പിന്മാറ്റത്തിന്റെ ലക്ഷണം. നമ്മൾ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാൻ പോകുക. ഒന്ന് വചനത്തിലേക്ക് നമ്മൾ വരുന്നു. 2 എബ്രായർ 5:12 തൊട്ട് 6:1 വരെയാണ്. 11 തൊട്ട് 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. പൗലോസ് അല്ലെങ്കിൽ എഴുതിയ ലേഖനകർത്താവ് പറയുകയാണ്, ദൈവദാസൻ ഓർപ്പിച്ച കണക്ക് സ്തോത്രമല്ലയ്യ, ഈ വിവരിച്ചൊക്കെ പറയണമെന്ന് ഒത്തിരി ആഗ്രഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്, കേൾക്കാൻ നിങ്ങൾക്കിട്ട് താല്പര്യം ഇല്ലതാനും. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്ന, അല്ലെങ്കിൽ ലേഖനകർത്താവ് പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ചും യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും യേശുവിൻ്റെ ഹല്ലേലൂയ ഉന്നതമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഒത്തിരി പറയണമെന്നുണ്ട്. പക്ഷെ കേൾപ്പാൻ എന്തോ ഇല്ല. ആരംഭത്തിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പണ്ട് ആരംഭത്തിൽ എനിക്കറിയത്തില്ല, ഷാജിരാജ് പറഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ദേവദാസൻ പറഞ്ഞു 64 വർഷം മുമ്പ് കൂടിയവർ ഇവിടെ കാണും. ബെഞ്ചമിൻ ബാസ് ഉണ്ടായിരുന്നു, ഉറപ്പായിരിക്കും, ഉറപ്പാണ്. അന്ന് എപ്പോഴായിരുന്നു അച്ഛാ മീറ്റിംഗ് തീർന്നത്? രാത്രിയിൽ. ഒരു ഓർമ്മയില്ല ഇപ്പം. ഹല്ലേലൂയ. കാരണം അത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം കറക്റ്റായിട്ട് പറയും 8:55 ആശീർവാദം പറഞ്ഞ് വീട്ടിൽ പോയെന്ന്. ഹല്ലേലൂയ. ഇത് ഇവിടെ എന്താ പറയുന്നത്? അന്ന് ഹല്ലേലൂയ എത്ര പറഞ്ഞാലും കേൾക്കാൻ നമുക്ക് സന്തോഷമായിരുന്നു. രാത്രി 3 മണി വരെയൊക്കെ ഇരുന്നവരുണ്ടെന്ന് ഇതിനകത്ത്. സഭായോഗത്തിന് പ്രൈസ്തല്ലോടല്ലിയ സഭായം കൂടി, ഞാനൊരു പാസനേജ് വളർന്നാണല്ലോ, 3 മണിക്കൊക്കെ സഭായം തീർന്ന ചരിത്രം നമുക്കുണ്ടെന്ന്. ഇപ്പം 12 കഴിഞ്ഞാൽ നമ്മുടെ ആലയത്തിനകത്ത് ഒരു ചെറിയൊരു സ്കൂട്ടർ പോകുന്ന സൗണ്ട്. എന്താ? ബൈബിളിൻ്റെ സിബിടുന്നതാ. ഒരു എരപ്പും മൂളലും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത ഈറ്റുനോവിൻ്റെ ആരംഭം, ഒരു ഞെരുക്കം, ഒരു പരവേശം, ഇല്ലാത്ത വിശപ്പ്, ഇല്ലാത്ത ദാഹം. എങ്ങനെങ്കിലും വാതിലുകളെ തുറന്നു വരുവീൻ, ഞങ്ങൾക്കൊന്ന് പുറത്തു പോയെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താ കാരണം? മാന്യമാ കേൾപ്പാൻ പഴയതുപോലുള്ള ഉത്സാഹമില്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ ഈ വലിച്ചു നീട്ടുന്ന കാര്യമല്ല പറയുന്നത്. വചനമാണെങ്കിലും ആത്മീക ശുശ്രൂഷയാണെങ്കിലും ദൈവജനത്തിൻ്റെ ദാഹം കുറയരുത്. ഈ 2025 ഒരു തീരുമാനം എടുത്താട്ട് ആത്മീക മാന്യം മാറ്റണം. എന്താ അവിടെ പറ്റിയ കുഴപ്പം?
കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ആരായിരിക്കണം? ഉപദേഷ്ടാക്കൾ കോട്ടയം തിയോളജിക്കൽ അല്ല, കേരള തിയോളജിക്കൽ സെമിനാരി പോയി പഠിപ്പിക്കേണ്ട പക്വതയുള്ളവരാണ്. പരസ്യം കൂടി ഇരിക്കട്ടെ, സ്തോത്രമല്ലിയ. അത്രയൊക്കെ കഴിവുള്ളവരാണ് ഇരിക്കുന്നവര്. പക്ഷേ ഇപ്പോഴും എന്തേ കുടിക്കൂ? പാലേ കുടിക്കത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി സൗഖ്യം വേണ്ടവർ വന്നാട്ട് ഓടി വരുന്നു. എവിടാ വേദന? ഇവിടെ. എപ്പോഴാ പോയത്? ഇന്നലെ എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും താല്പര്യം. കാലം നോക്കിയാൽ ആരാകണം? വചനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തിട്ട് ഭേദങ്ങളെ വിവേചിക്കുവാൻ, അല്ലെങ്കിൽ നല്ലതേതാ തീയതേതാ, സ്വർഗമേതാ നരകമേതാ, അശുദ്ധി ഏതാ വിശുദ്ധി ഏതാ, മലിനമായതേതാ ഗുണമുള്ളതേതാ എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ പ്രായം നോക്കിയാൽ, അറിവ് നോക്കിയാൽ പക്വത കാണിക്കേണ്ട പലരും ആത്മീയ ശൗശ്യവത്തിൽ മുട്ടിന്മേൽ ഇഴയുന്ന ദയനീയ കാഴ്ച. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുന്ന ഈ ചൈൽഡ് ലൈക്കും ചൈൽഡിഷും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. യേശു പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെയാകണം? ശിശുക്കളെ പോലെയാണ്. അല്ലാതെ നിങ്ങൾ ശിശുത്വമുള്ളവരാകണമെന്നല്ല പറഞ്ഞത്, ശിശുക്കളെ പോലെയാകണം. ഈ ദൈവദാസന എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് വളരെ ആവേശം. ഈ ശിശുക്കൾക്കുള്ള ഒരു കുഴപ്പമല്ല. ഞാൻ ഒരു കുഞ്ഞൊരു വീട്ടിലാണ് പാർത്തിരുന്നത്. ആ കൊച്ച് വന്ന സമയം തൊട്ട് ചിരി തന്നെ ചിരിയാണ്. ഇതുവരെ ആ കൊച്ച് ആ ചിരി ഒന്ന് ഓഫ് ചെയ്തിട്ടില്ല. എന്തോ ഒരു സന്തോഷം എന്നറിയാം. ഞാൻ ഓർത്ത് എൻ്റെ 3 പിള്ളേർ ഇങ്ങനെ ചിരിക്കുന്ന പിള്ളേരായിരുന്നെങ്കിൽ എന്തോ ഒരു ഗുണമായിരുന്നു വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി. ഒരു കരച്ചിലും ഇല്ലാത്ത. ഹല്ലേലൂയ. ശിശുവിൻ്റെ ഒരു സ്വഭാവം ദൈവദാസൻ പറഞ്ഞ പോലെ ആരോടും ഒരു കയ്പും എൻ്റെ കൂട്ടത്തിലുണ്ടേ. നമ്മൾ വലുതായോ ചെറുതാണോ എന്ന് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. മുട്ടയിലാണോ 4 കാലം നിൽക്കുന്നോ എന്ന് അറിയണം ഇന്ന് രാത്രി. ഹല്ലേലൂയ. എവിടെ കൊണ്ടിരുത്തിയാലും, സോഫയിൽ ഇരുത്തിയാലും സന്തോഷം. നമ്മുടെ പഴയ ഭാഷ പറഞ്ഞ കൊരണ്ടിയിൽ ഇരുത്തിയാലും സന്തോഷം. ഹല്ലേലൂയ. ഇനി സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയാലും ആർക്ക് സന്തോഷമുള്ളു? ശിശുവിന് സന്തോഷമുള്ളു. നമുക്കോ കസേര മാറിയ പ്രശ്നവും. നമ്മുടെ ഇരിപ്പിടം മാറിയാൽ നമ്മൾ ആള് മാറും. പിന്നെ നമ്മൾ ശൗലുമാരായി മാറും. പിന്നെ നമ്മുടെ കയ്യിൽ കുന്തം, ഹാലല്, പിന്നെ വാള്, പിന്നെ പരിച, പിന്നെ യോദ്ധാക്കളുടെ നിര തന്നെയാണ്. പക്ഷേ ശിശുവിനെ പോലെ തിരിഞ്ഞാട്ട് ഹല്ലേലൂയ പിടിവാശിയില്ലാത്ത ആത്മീയം. ഹല്ലേലൂയ. പിടിവാശിയില്ലാത്ത ആത്മീയം. ഇന്ന് രാത്രി എനിക്കൊന്നിനോടും പിടിവാശിയില്ല, എനിക്കൊന്നിനോടും ആഗ്രഹമില്ല. ഒരു കളറും എനിക്ക് വലുതല്ല, ഒരു സ്ഥാനം എനിക്ക് വലുതല്ല, ഒരു നില വലുതല്ല, ഒരു നിര വലുതല്ല. എനിക്ക് വലുത് എൻ്റെ അപ്പൻ, എനിക്ക് വലുത് എൻ്റെ അമ്മ, എനിക്ക് വലുത് എൻ്റെ സഹോദരൻ. ഇതിനപ്പുറത്ത് സ്വപ്നമില്ലാത്ത ശിശുക്കളാ ആത്മീയ ലോകത്തിലെ വലിയവർ. ഹത്തുരാധകന. ഹല്ലേലൂയ. എനിക്കൊരു അപ്പൻ സ്വർഗത്തിലുണ്ട്, എൻ്റെ കൂട്ടു സഹോദരങ്ങളുണ്ട്. ഒരു രക്തത്തിന്റെ വിലയാ ഞങ്ങള്. ഒരു ഉദരത്തിൽ പിറന്നവരാ, ഒരു രക്തമോടുന്നവരാ, ഒരപ്പത്തിന്റെ അവകാശികളാ, ഒരു പാനപാത്രത്തിൽ കുടിക്കുന്നവരാ. ഞങ്ങൾക്ക് വേർവികൃത്യമില്ല എന്ന് തിരിച്ചറിയുന്ന ആത്മീയ പക്വത. പ്രൈസ് ദി ലോർഡ്. ഈ പക്വതയുടെ പേരാ ക്രിസ്തു എന്ന തലയോളം ശകലത്തിലല്ല സകലത്തിലും വളരണം. നമ്മൾ വളരും. കൈ 1.5 മൈൽ നീളം. ഹല്ലേലൂയ. ഈ കൈ 1/2 മൈലേ ഉള്ളു. ഹല്ലേലൂയ. ചില തല അങ്ങ് മത്തങ്ങ പോലെ അങ്ങ് വലുതായിപ്പോയി. ഹല്ലേലൂയ. ആവശ്യമുള്ളതും കാണും, ഇല്ലാത്തതും കാണും. ശരീരം അതിനോട് ചേർന്ന് പോകുന്നില്ല. ചില കാല് ഹല്ലേലൂയ, ഒരു കാല് പുനലൂരായിരിക്കുന്നത്, ഒന്ന് കൊട്ടാരക്കരയുടെ അതിന് ക്രോസ് ചെയ്തിട്ട് പോലും ഇല്ല. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? സകലത്തിലും വളരണം, സകലത്തിലും വളരണം. പാസ്റ്റർ ഷിബു തോമസെ പ്രസംഗത്തിൽ വളർന്നാൽ പോരാ, പാട്ടി വളർന്നാൽ പോരാ, കയ്യടി വളർന്നാൽ പോരാ, സ്നേഹത്തിലും വളരണം, ക്ഷമയിൽ വളരണം, സഹിഷ്ണുതയിൽ വളരണം, കൊടുക്കവാങ്ങലിൽ വളരണം, വിശ്വസ്തതയിൽ വളരണം, ജഡത്തെ തോൽപ്പിക്കുന്നതിൽ വളരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മീയ മാന്യമാ. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ നോക്കിയാലും കരച്ചിലോട് കരച്ചില. എന്താ? പാലേ കുടിക്കത്തുള്ളൂ. വചനം എന്ന മായമില്ലാത്ത പാലെന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത് കട്ടിയായിട്ടുള്ള ഒരു ആഹാരം. എത്ര നാളായി ഉദരരോഗം, ആത്മീയ ഉദരരോഗികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും ദഹിക്കത്തില്ല, എന്ത് കൊടുത്താലും. പാലല്ലാതെ വേറൊന്നും ദഹിക്കത്തില്ല. എന്നാ ദൈവമക്കളെ ഇനി കട്ടിയുള്ള ആഹാരം നാം കഴിക്കുന്നത്? ദൈവവചന ശുശ്രൂഷ അല്പം കട്ടിയുള്ളത് തന്നെ. ദൈവവചന ശുശ്രൂഷ അല്പം കട്ടിയുള്ളത് തന്നെ. നിത്യതയെക്കുറിച്ച് പ്രസംഗം കേട്ടിട്ട് എത്ര ദിവസമായി? കർത്താവിന്റെ തിരുമേശയുടെ സമയത്ത് അപ്പവീഞ്ഞുങ്ങളെ കരങ്ങളെടുക്കുന്ന ദൈവദാസൻ കർത്താവിന്റെ വരവിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണോ? ഇന്ന് രാത്രി ഈ ഓട്ടത്തിന്റെ അങ്ങേ തല എന്താണെന്നുള്ള വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഇതിനൊരു നായകനുണ്ട്, നടത്തിപ്പുകാരനുണ്ട്. ഇതിനൊരു ഓദറുണ്ട്, ഫിനിഷറുണ്ട്. അത് തിരിച്ചറിയണം.
ഒറ്റയ്ക്ക് ഓടാൻ വേണ്ടി ആരും തയ്യാറാകല്ലേ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ചിലരെ ബിരുദ് പ്രാപിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. ഹല്ലേലൂയ. ഈ പിടിവാശി, പിന്നെ ഈ പിള്ളേർക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, കുട്ടിത്തത്തിന് ഒരു കുഴപ്പമുണ്ട്, കളിയിലാണ് താല്പര്യം. എപ്പോഴും എന്താ അവർക്ക് ആത്മീയം, കളിതമാശ, ഒരു സീരിയസ്നെസ്സും ഇല്ല. സ്തോത്രം ഹല്ലേലൂയ. സമയത്ത് പള്ളി വരത്തില്ല, സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകത്തില്ല, എല്ലാറ്റിലും കളി കളി കളി. അല്ല, ഇത് ദൈവകാര്യം കളിയാട്ടെടുക്കരുത്, ദൈവത്തോട് കളിതമാശ എടുക്കരുതെന്ന്. ദൈവസഭയ്ക്കകത്ത് ഗൗരവമായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ വളരെ സന്തോഷം, ആരും ഫോണിലൊന്നും കളിക്കുന്നത് കണ്ടില്ല. ചില കൺവെൻഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തോന്നും തിരിഞ്ഞ് അങ്ങ് പ്രസംഗിച്ചാലോ എന്ന്. കാരണം ഹല്ലേലൂയ, ദൈവം ഇപ്പം മെസ്സേജ് അയച്ച പോലെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 7ാമത്തെ പോയിന്റ് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയ പോലാണ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ കാണാനാ. ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പം മരിച്ചെന്ന് പറഞ്ഞാലും ആര് മരിച്ചെന്ന് പറഞ്ഞാലും 12:30 സഭായം തീരാതെ എന്നെ കിട്ടത്തില്ല. കാരണം ഹല്ലേലൂയ, എവിടെങ്കിലും കയറിയാൽ ഒരു സമയം നോക്കാനോ കാര്യത്തിനോ ഒക്കെ ഉപയോഗിച്ച കുഴപ്പമില്ല. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തിരുവചനത്തിനപ്പുറത്തൊന്നും തലയ്ക്ക് പിടിക്കാത്ത ഒരാത്മീയം വേണം. നല്ല പാട്ടുകാർക്കായി സ്തോത്രം, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ചർച്ചിൽ ഇഷ്ടംപോലെ പാട്ടുകാരുണ്ട്. പാട്ട് കഴിയുമ്പോൾ പിന്നെ വേറൊന്നും കാണിക്കരുത് മാത്രം. പ്രസംഗം കഴിഞ്ഞാൽ വേറൊന്നും കാണിക്കരുത്. ഇവിടെ നിന്ന് പറയുന്ന ഈ വചനത്തോട് നീതി പുലർത്തണം. ഇവിടെ നിന്ന് കൈയടിച്ച കൈയടിയോട് നീതി പുലർത്തണം. ഇവിടെ നിന്ന് പറഞ്ഞ അന്യഭാഷയുടെ അർത്ഥമറിയണം. സ്വർഗത്തിന്റെ മർമ്മമോ പറഞ്ഞെങ്കിൽ ആ മർമ്മത്തിന്റെ വില കുറച്ച് കളയുന്ന ആത്മീയത്തിന് മാർക്കിടുന്ന ഒരു ജീവിതം പാടില്ല. കട്ടിയുള്ളത് കഴിക്കാൻ ഇന്ന് രാത്രി തയ്യാറായിക്കാട്ടെ. എന്താ കട്ടിയുള്ളത്? അത് നല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴറിയാൻ പറ്റും. ചിലർക്കാണെങ്കിൽ, എനിക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഹല്ലേലൂയ, അമ്മച്ചിക്ക് ഇഞ്ചക്ഷൻ കിട്ടിയാലേ അമ്മച്ചിക്ക് സൗഖ്യം വരത്തുള്ളൂ. എന്ത് രോഗം വന്നാലും പറയും എനിക്ക് എന്തോ വേണം, ഇഞ്ചക്ഷൻ വേണം. മോനെ സൂചി കുത്തണം എന്നാലേ മാറത്ത് ഉള്ളെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഒരു ഉപായമാണ്. അടുത്തൊരു MBBS ഡോക്ടർ ഉണ്ടായിരുന്നു, പുള്ളിയോട് പറയും ചുമ്മാ വെള്ളം കുത്തി വെച്ചേക്കാൻ പറയും. ഏത് അസുഖം വന്നാലും വെള്ളം കുത്തി വെച്ചാൽ അമ്മച്ചിയുടെ അസുഖം മാറും. കാരണം അമ്മച്ചിയുടെ വിചാരം ഇഞ്ചക്ഷനാണ്. നല്ല രോഗത്തിന് നല്ല സർജറി തന്നെ വേണം. നമുക്കെല്ലാം കൊച്ചു മതിയല്ലിയ, തലയിലോട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് ആട്ടി അരച്ച് യേശുവിൻ്റെ നാമത്തിൽ പോ എന്ന് പറഞ്ഞാൽ പോകണം. പക്ഷെ സ്വർഗം പറയുന്നില്ല, വെട്ടിമുറിക്കേണ്ടത് വെട്ടിമുറിക്കണം. കൈയാണ് 2024 ഇറച്ചു വരുത്തെങ്കിൽ ആ കൈ മുറിക്കണം. കാലാണ് ഇറച്ചു വരുത്തിയതെങ്കിൽ അത് മുറിക്കണം. കണ്ണാണ് ഇറച്ചു വരുത്തിയെങ്കിൽ അത് ചൂഴ്ന്നു കളയണം. നാക്കാണ് ഇറച്ചു വരുത്തിയതെങ്കിൽ അത് മുറിച്ചു മാറ്റണം. 24ന്റെ സകല ശാപങ്ങളും 24ന്റെ സകല പാപങ്ങളും 25ന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി വെട്ടിമാറ്റുവാൻ, ചെത്തി മാറ്റുവാൻ, കീറി മുറിക്കുവാൻ ദൈവസഭ തയ്യാറാകണം. ആത്മീയ പക്വതയിലേക്ക് ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ സമൂഹം വളരണം. എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾ വളരണം. ആത്മീയ പക്വതയിലേക്ക് വരണം. പക്വത എന്ന് പറഞ്ഞാൽ ആലിംഗനത്തിൻ്റെ, സ്നേഹത്തിൻ്റെയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലേ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളർന്നത് എന്ത് രസമായിരുന്നു അറിയാമോ? രണ്ടുകൂടെ ഭയങ്കര ഗുസ്തിയാണ്. ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി അടി പിടി. നമ്മൾ ഓർക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലൊക്കെയാണെന്ന്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരുമിച്ചിരുന്നിരിക്കുന്ന കാണാം. നമ്മളോ അല്ല, പിന്നെ 2 വീട്ടിലെ താമസം. പിന്നെ ഹല്ലേലൂയ, AB സഭയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ, പേരൊക്കെ ശാലേമെന്നായിരിക്കും, പക്ഷെ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഹല്ലേലൂയ വേറൊന്നായിരിക്കും. നമുക്കോ ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിൽ മനംതിരിവുണ്ടാകണം. കട്ടിയുള്ള വചനം തിരിച്ചറിയണം. എന്താ കട്ടിയുള്ള വചനം? ഹല്ലേലൂയ. കട്ടിയുള്ള വചനം എന്ന് പറയുന്നത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചാൽ ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുന്ന ദൈവനീതിയുടെ മുമ്പാകെ വിനയപ്പെടുത്തി കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. നിത്യതയ്ക്കുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭാരമായി മാറും, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ശാപമായി മാറും, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് രോഗമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയണം, ആത്മീയ പക്വത പ്രാപിക്കണം, പിടിവാശി മാറണം. കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരാകേണ്ടവര് അറിവിൽ ശിശുക്കളായി മാറി, അജ്ഞാനികളായി മാറി, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം ജീവിതയാത്ര പരാജയപ്പെട്ടു പോയത്. പൗലോസൊക്കെ അതുകൊണ്ടാണ് ഗലാത്യരെയൊക്കെ ശാസിക്കുന്നത്. ഞാനാ വിളിച്ചിരുന്നെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പൗലോസ് വിളിച്ചാലോ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ. എന്താ നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരുന്നിട്ടും നിങ്ങളെ ആരും എന്ത് ചെയ്തു? അയ്യോ, അവിടുത്തവനും അക്കരെയുള്ളവനും ഇക്കരെയുള്ളവനും ചെയ്യുന്നതല്ല കൂടോത്രം. ക്രൂശിന്റെ മർമ്മം വെളിപ്പെടാതെ കണ്ണടഞ്ഞിരിക്കുന്നതാ സത്യത്തിൽ ക്ഷുദ്രമെന്ന് പറയുന്നു. അല്ലെങ്കിൽ
അത് കണ്ടുപിടിച്ച പ്രവാചകനെ ഈ അടുത്ത കാലത്ത് ആരെങ്കിലും കണ്ടോ? ഹല്ലേലൂയ. ഇവിടെ തകിട് തപ്പിയെടുത്ത് ഇടപാട് തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അതും ഇതും ഒക്കെ പറഞ്ഞു നടക്കിയ. പക്ഷെ ഇന്ന് രാത്രി ഏറ്റവും വലിയ ക്ഷുദ്രം, ഏറ്റവും വലിയ മന്ത്രവാദം ക്രിസ്തുവിന്റെ ക്രൂശ് മറച്ചു വെച്ചിരിക്കുക. പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ശബ്ദം കേൾക്കാതെ ആരോ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കി. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദൈവം കണ്ണു കുരുടാക്കി കളഞ്ഞു. ഇന്ന് രാത്രി മടങ്ങി വരാം വചനത്തിന്റെ പക്വതയിലേക്ക്. എബ്രായ വിശ്വാസികളെ, ഓട്ടമോടേണ്ടവരാ. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പുറത്തിറങ്ങിയാലോ? മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് ഓടിയെത്താം. എന്തായിരുന്നു അവരുടെ മൂന്നാമത്തെ പ്രതിസന്ധി? സ്തോത്രം. 10-ാം അധ്യായത്തിന്റെ 24-25 വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ. മൂന്നാമത്തെ അവരുടെ പിന്മാറ്റത്തിന്റെ മൂന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ആത്മീയ കൂട്ടങ്ങളെ അലക്ഷ്യമായി വിചാരിക്കാൻ തുടങ്ങി. സ്തോത്രം. പിന്മാറ്റത്തിന്റെ ലക്ഷണമാ. ചിലർ, പലരല്ല, പിന്നെ എത്രയുള്ളു? അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ചിലർ ചെയ്യുന്നത് പോലെ സഭായം എന്ത് ചെയ്യരുത്. നമ്മൾ ഈ സഭായം എന്ന് കേട്ട ഉടനെ ഞായറാഴ്ച 10 മണിക്ക് തമ്പേറടിച്ച് തുടങ്ങുന്നതല്ല. ദൈവം വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. ഹല്ലേലൂയ. കൂട്ടു സഹോദരൻ്റെ വീട്ടിൽ പോകുന്നതും സഭയുടെ യോഗമാണ്, വിശുദ്ധ മന്ദിരത്തിൻ്റെ യോഗമാണ്. 122-ാം സങ്കീർത്തനത്തിലൊക്കെ ഗോത്രങ്ങൾ ഒരുമിച്ച് ആലയത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടോ? യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സഭായോഗത്തിന് മനഃപൂർവ്വം പോകാഞ്ഞത് അറിഞ്ഞുകൊണ്ടാണ് ഈ പാസ്റ്റർ പറയുന്നത്. ഞാൻ അതല്ല പറഞ്ഞത്. സഭായോഗത്തിനകത്തിരുന്നു കൊണ്ടും നമ്മൾ ഉപേക്ഷയായിട്ടിരിക്കും, അലക്ഷ്യമായിട്ടിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. സ്തോത്രമല്ലേ. നേരത്തെ പറഞ്ഞ ഒരു ദിവസം അല്ലല്ലിയ, ഞാൻ വീട്ടിൽ വന്നപ്പോൾ 12:04 അല്ലല്ലിയ ഒരാളൊരു പിക്ചർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെ തകർപ്പം പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് യേശു ചോദിച്ചാൽ ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി അതേ സമയത്ത്. അപ്പം ആലോചിച്ച് നോക്കണം, എന്തു വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കിടന്നുകൊണ്ട് അലറി കീറി കുടലൊക്കെ എടുത്ത് പുറത്ത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങി, ദൈവത്തോട് ചോദിച്ചു വാങ്ങി, പിന്നെ പറഞ്ഞു പഠിച്ച്, പിന്നെ പ്രവർത്തിച്ചു നോക്കി, ഇതൊക്കെ ചേർത്ത് പറയുമ്പോഴാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ആൾക്കാർ സഞ്ചാര വിവരണം. സ്തോത്രം. ആലയത്തിനകത്ത് അലക്ഷ്യത പാടില്ല. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്നത് അല്പം ഒരിച്ചിരി മോശപ്പെട്ട ഭാഷയാണ്, അനാവശ്യമൊന്നുമല്ല കേട്ടോ, ബൈബിളിലെ ഭാഷയാണ്. പക്ഷേ മലയാളിയുടെ ഭാഷയെ പറയുമ്പോൾ ഇച്ചിരി മോശപ്പെട്ട ഭാഷയാണ്. കർത്താവ് നമ്മുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ എത്ര പേര് വിശ്വസിക്കും ഇന്ന് രാത്രി ഇവിടെ യേശു ഉണ്ടെന്ന്? ആ പേടിയോടെങ്കിലും ഒന്ന് സ്തോത്രം പറഞ്ഞു. അപ്പം ഇന്ന് രാത്രി ഇവിടെ ആര് നടപ്പുണ്ട്? 2-3 പേര് കൂടി വരുന്നിടത്തൊക്കെ കർത്താവുണ്ടല്ലോ. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ കൂടെ പാളയത്തിൽ കൂടെ നടക്കുമ്പോൾ പാളയത്തിൽ എന്ത് കാണരുത്? അശുദ്ധി കാണരുത്. അതിനുപയോഗിച്ചിരിക്കുന്ന പദം അബോമിനേഷൻ എന്നാണ്. സ്തോത്രം. വിസർജ്യം എന്നുള്ള വാക്കാണ് മലയാളത്തിൽ കൊണ്ടുവരേണ്ടത്. വിസർജ്യം. മനസ്സിലായല്ലോ? ഏകദേശം മനസ്സിലായി. വിസർജ്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരീശന്മാരെ, ശാസ്ത്രിമാരെ, നിങ്ങളുടെ കപടഭക്തി എനിക്ക് അറപ്പാകുന്നു. അതേ വിസർജ്യം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി ഈ പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇത് ലൈവൊക്കെ പോകുന്നതെന്ന് എനിക്കറിയാം. ഇനി ചിലപ്പോൾ ഇതിൻ്റെ പേര് കമൻറ്റ് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് പച്ച മലയാളത്തിലാണ് പറയുന്നത്. നാം അലക്ഷ്യമായി ഇരുന്നാൽ, പാളയത്തിൽ കൂടെ ക്രിസ്തു നടക്കുന്ന ബോധ്യമില്ലാതെ ഇരുന്നാൽ, അത് നിങ്ങളുടെ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാത്ത പോലെ എന്നതിൻ്റെ അർത്ഥം. ഇപ്പം മനസ്സിലായി? ഏകദേശം ഒരു പിടി കിട്ടി. ക്രൈസ്തലോ, ഏകദേശം ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ വീടിനകത്ത് അശുദ്ധി മൂടിക്കളയേണ്ടത് മൂടാതെ, ഒഴുക്കിക്കളയേണ്ടത് ഒഴുക്കിക്കളയാതെ, അതിനെ നിധി പോലെ വെച്ചിരിക്കുന്ന അറുപ്പാണ് ആലയത്തിനകത്ത് നാം അലക്ഷ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ല പാട്ട്, പ്രസംഗർക്ക് വേണ്ടിയുള്ളതല്ല പ്രഭാഷണം. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ആലയത്തിനകത്ത് അലക്ഷ്യത പാടില്ല. ഏകാഗ്ര ഹൃദയത്തോടെ, ഉല്ലാസത്തോടെ, പരമാർത്ഥത്തോടെ വേണം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ കൈയടിക്കണമെന്നോ എഴുന്നേറ്റുന്ന് തുള്ളണമെന്നോ പറഞ്ഞു വരുന്നത്. ദൈവഭയം അകത്തുണ്ടായിരിക്കണം. ദൈവസഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടത് ദൈവഭയമാണ്. സാധാരണ മറ്റ് വലിയ സമുദായക്കാരുടെയിലുള്ള ദൈവഭയത്തിനൊരു അംശം പോലും നമുക്കില്ല. എത്ര പേരെൻ്റെ കൂട്ടത്തിലുള്ളത് എനിക്കറിയത്തില്ല.
ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും പണ്ട് പറഞ്ഞ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതിയെന്ന്. അപ്പം തിരിച്ചൊന്നും പറയത്തില്ലല്ലോ പള്ളിയിലാകുമ്പോൾ. നമ്മൾ പള്ളിയിലെല്ലാം എഴുന്നേറ്റ് പറയും. എന്തോ ബഹളം ഉണ്ടാക്കുന്നറിയാമോ? മാനസാന്തരപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത, ഹല്ലേലൂയ, ജഡീക സ്വഭാവങ്ങളൊക്കെ ആലയത്തിൽ പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് രാത്രികാലം ദൈവഭയം നമ്മുടെ ഇടയിലില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി തിരിച്ചറിയണം, ദൈവഭയമുള്ളവൻ വിറച്ചുകൊണ്ടുവരും ദൈവസന്നിധിയിൽ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ കൂട്ടായ്മകൾ അലക്ഷ്യമാക്കരുത്. പാപം വെച്ചുകൊണ്ട് അകത്തു വരരുത്. പാപത്തോട് പ്രാണത്യാഗത്തോളം പോരാടണമെന്നാ ദൈവദാസൻ പറഞ്ഞത്. പാപത്തോട് പോരാടുന്നില്ല. എങ്ങനെ പോരാടണം? അത് ആ വാക്യം കാണുന്നത് ലൂക്കോസ് 22 അധ്യായത്തിലാണ്. ഗെത്സമന തോട്ടത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം വിയർപ്പാകുന്നതിന് തത്തുല്യമായ പദമാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, പാപം വെറുക്കുന്ന വിഷയത്തിൽ രക്തം വിയർപ്പാക്കാനും തയ്യാറാകണം. ഹല്ലേലൂയ. ഇത്രയുള്ള അർത്ഥം. മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യത്തില്ലെന്ന്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ആലയത്തിനകത്ത് ആരെയും നിസ്സാരനെന്ന് എണ്ണരുത്. ആരെയും നിസ്സാരനെന്ന് എണ്ണരുത്. നരകത്തിൽ പോകാൻ വേണ്ടി പ്രത്യേകിച്ച് ലിസ്റ്റൊന്നും കണ്ടുപിടിക്കണ്ട. കൂട്ടു സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. വാക്കുകൾ സൂക്ഷിക്കണം. സഭായോഗങ്ങളെ, അതാൻ്റെ അർത്ഥം, നിങ്ങളുടെ കൂടിവരവുകളെ അലക്ഷ്യമായി എടുക്കരുത്. ദൈവമക്കൾ കൂടി വരുമ്പോൾ, സഭ കൂടി വരുമ്പോൾ വിറയലോടെ വേണം ദൈവസന്നിധിയിൽ വരാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് കലഹമുണ്ടാകാതിരിപ്പാൻ കലഹത്തിൻ്റെ സകല ആത്മാവിനെയും പുറത്താക്കണം. ആലയത്തിനകത്ത് നാം മുന്നോട്ടാണോ പുറകാട്ടാണോ എന്ന് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അസ്വസ്ഥതയൊക്കെ വരണം, അറിയണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾ വന്ന് അടുത്തിരുന്നാൽ ആ കൈയടിക്ക് അതേ സ്പീഡ് കാണുമോ? അയ്യോ, ദൈവം അങ്ങനെയൊക്കെ ചെയ്ത് കളയും. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു, പല പ്രാവശ്യമായിട്ട് വരുന്നതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു കാണും. നമ്മൾ ഈ നല്ല കൈയടിച്ച് പാസ്റ്ററെ ആരാധിച്ചങ്ങോട്ട് മൂത്ത് വരുമ്പോഴായിരിക്കും കസേര ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാത്ത പുള്ളി വന്ന് അപ്പുറത്തിരിക്കുന്നത്. സകല കൃപയും കൃപാവരത്തിലും നാം കുറവുള്ളവരായി മാറി. എന്താ കാരണം? ഒരു ഉദാഹരണം പറഞ്ഞ മനസ്സിൽ അവിടെ പറഞ്ഞിട്ടുള്ളതാ, കേട്ടിട്ടുള്ളതായിരിക്കും. ഒന്നുകൂടെ അങ്ങ് പറഞ്ഞ കാരണം അങ്ങ് തെളിയിക്കാലോ. അല്ലല്ലോ, യോസഫ് ഏകദേശം 30 വയസ്സൊക്കെ ആയപ്പം നേർമയുള്ള വസ്ത്രമൊക്കെ ധരിച്ച്, കിരീടമൊക്കെ വെച്ച്, മുദ്രമോതിരമൊക്കെ വെച്ച്, ചെങ്കോലൊക്കെ പിടിച്ച്, ഫറവോൻ്റെ 2ാമത്തെ കുതിരയുടെ പുറത്തൊക്കെ കയറി പട്ടണം ചുറ്റി ഒക്കെ ഹല്ലേലൂയ നടക്കുന്ന ഒരു കാലഘട്ടം. എന്തോ ഒരു സന്തോഷമെന്നറിയാമോ? ഹല്ലേലൂയ. അപ്പോഴാണ് ഫറവോൻ പറഞ്ഞത്, ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ പോരാലോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനൊരു തക്ക തുണ ഉണ്ടാക്കി കൊടുക്കാൻ പോകുകയാണ്. അങ്ങനെ പുള്ളി അന്വേഷിച്ച് ഹല്ലേലൂയ പരസ്യമൊക്കെ കൊടുത്തു. കിട്ടി ഹല്ലേലൂയ നല്ലൊരു പെങ്കൊച്ച്. പേരെന്തായിരുന്നു? ഇത് ബൈബിൾ ക്ലാസ് ഒന്നും അല്ലല്ലോ. ആസന്നത്ത് എന്ന പേര്. പെണ്ണിൻ്റെ അപ്പൻ്റെ പേരറിയണ്ടേ? പോത്തിഫറയുടെ, ഓനിലെ പുരോഹിതനായ പോത്തിഫറയുടെ മകൾ ആസന്നത്തിന് ആർക്ക് കിട്ടി ഭാര്യയായിട്ട്? ഈ ജോസഫിന് ഈ പേര് മാത്രമേ ഉള്ളൂ, ഇഷ്ടമില്ല. കാരണം ഈ പോത്തിഫറിൻ്റെ ഭാര്യ കാരണമാണ് ഈ ആവശ്യമില്ലാത്ത നാണക്കേട് മുഴുവൻ ജീവിതത്തിൽ വന്നത്. ആ പോട്ടെ, ഇനി മന്ത്രിയൊക്കെ ആയാലും കൊച്ചമ്മയുടെ വീട്ടുകാരുടെ പേര് ഓർക്കണ്ടെന്ന് വെച്ചാൽ ഈ പെങ്കൊച്ച് ജീവിച്ചിരിക്കുന്നിടത്തോളം അമ്മായിപ്പൻ്റെ പേര് അവിടെ കിടക്കുക. ഇങ്ങനെ കർത്താവ് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. ഇഷ്ടമില്ലാത്തവൻ അടുത്ത് വന്ന് വീട് വാങ്ങും, ഇഷ്ടമില്ലാത്തവർ മുന്നിൽ വന്ന് ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പാസ്റ്ററായിരിക്കും അന്നത്തെ മെയിൻ പ്രസംഗികൻ. പെട്ടുപോയില്ലേ ഇന്ന് രാത്രി കാലം? പക്ഷേ നമുക്കറിയണം, നമ്മുടെ അകത്ത് കയ്പിൻ്റെ ഒരു വേര് പോലുമില്ലെന്ന്. കുത്തിത്തുളച്ചു നോക്കിയാൽ വിഷത്തിൻ്റെ ഒരു വിത്ത് പോലുമില്ലെന്ന് ദൈവദാസൻ ആദ്യമേ ഓർപ്പിച്ചപ്പോൾ ഞാൻ ഭയന്നു പോയി. ഹല്ലേലൂയ. ഞാൻ വിഷം കുടിച്ചിട്ട് മറ്റൊരാൾ മരിക്കണമെന്ന് കാത്തിരിക്കുന്നത് പോലെ ഇന്ന് രാത്രികാലം എൻ്റെ അകത്തുള്ള കയ്പിൻ്റെ സകല കാട്ടത്തി വേരുകളെയും ആത്മാവിൽ പറിച്ചു കളയുന്ന ഒരു ആത്മീയ പക്വത ദൈവസഭയ്ക്കുണ്ടാകട്ടെ. 2025 കയ്പിന്റെ വേരുകൾ സഭയിൽ നിന്ന് മാറിപ്പോകണം. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഞാൻ എൻ്റെ കട്ടത മറക്കുന്നു. മിസ്രൈമിൽ ജനിക്കുന്ന സന്താനങ്ങളെ നോക്കി ജോസഫ് പറഞ്ഞു, ഞാൻ ഇവർക്ക് പേര് വിളിക്കാൻ പോകുക.
എനിക്ക് 13 വർഷത്തെ 17 വർഷത്തെ 20 വർഷത്തെ കഷ്ടതയുടെ കൂമ്പാരമുണ്ട്. കയ്യിലിട്ട് ചങ്ങലയുടെ കൂമ്പാരം എൻ്റെ കയ്യിലുണ്ട്. പൊട്ടക്കിണറ്റ് വീണ വേദന ഇന്നും എൻ്റെ പുറത്തിനുണ്ട്. കൊണ്ട മുള്ളിൻ്റെ മുറിവിൻ്റെ പാടിവിടെയുണ്ട്. എനിക്കെതിരെ എഴുതി കയ്യൊപ്പിട്ട കയ്യക്ഷരത്തിൻ്റെ കോപ്പി പോത്തിപ്പറിന്റെ ഭാര്യ എഴുതിയ ഒപ്പ് ശേഖരണം എനിക്കെതിരെ നടത്തിയത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എന്നെ ആട്ടി പുറത്താക്കിയത് എനിക്കറിയാം. എന്നെ വലിച്ചു കയറ്റിയതിൻ്റെ വേദന എനിക്ക് ഓർമ്മയുണ്ട്. മിദ്യാൻ മരുഭൂമിയിൽ കൂടെ എന്നെ കൊണ്ടുപോയത് എനിക്കറിയാം. പക്ഷേ ഹല്ലേലൂയ, എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സകല കഷ്ടതയും മറക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെ മനശ്ശെ എന്ന് പേരിട്ടു. ഇന്ന് രാത്രി ഈ അഭിഷേകമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? പിന്മാറ്റം മാറി നമുക്ക് വീണ്ടും കയറാം. പിന്മാറ്റം മാറി വീണ്ടും നമുക്ക് ഓടാം. ഇടയ്ക്കൊന്ന് നിന്നുപോയി ആ വേദന നിമിത്തം, സഹോദരി ആ മുറിവ് നിമിത്തം, ദൈവദാസ ആ കയ്പ് നിമിത്തം, ആ നിന്ന നിമിത്തം നീ ഒന്ന് മാറി ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ നായകൻ നിന്നെ ആലിംഗനം ചെയ്ത് വലിച്ചു കയറ്റി പറയുന്നു, മറക്കാം, മറക്കാം, നമുക്ക് ഓടാം. ഉടബലബശതുര അംദല വൈഷമനധുരാദിയ. ആരുടെയൊക്കെ മുറിവുകൾ ഇന്ന് രാത്രി സ്വർഗം ഉണക്കാൻ പോകുക. ആരുടെയൊക്കെ വേദന കട്ടത ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഇന്ന് രാത്രി മറക്കാൻ പോകുക. ആരുടെയൊക്കെ നിന്ന ഇന്ന് രാത്രി ദൈവം തുടച്ചു മാറ്റാൻ പോകുക. ആരുടെയൊക്കെ മനസ്സിനേറ്റ കത്തി കൊണ്ടുള്ള ആഴത്തിലെ വെട്ടുണ്ടല്ലോ, ഇന്ന് രാത്രി പാടുപോലും ഇല്ലാതെ ഉണക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തൈലം ഈ പന്തലിനകത്ത് മഞ്ഞ് പെയ്യുന്ന പോലെ ഒഴുകുന്ന കാഴ്ച ആത്മാവിൽ കണ്ട് എത്ര പേർ ദൈവത്തിന് സ്തോത്രം പറയും? ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം, കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം, തുള്ളിച്ചാടി നൃത്തം ചെയ്യേണ്ടവർക്ക് സ്തോത്രം ചെയ്യാം. നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറച്ച മനസ്സിന്റെ ആ മുറിവ് ഇന്ന് രാത്രി ദൈവദാസൻ ഓർപ്പിച്ച ആ ഭാരം, ആ കല്ല് പോലുള്ള ഭാരം പരിശുദ്ധാത്മാവ് ഒഴുക്കിക്കളയുക. ജനകല ഉടബല രഖന രഗഡല ഹസ്തര ജുനകല വൈശര. ഹല്ലേലൂയ. ആ തെളിവാണ് സാക്ഷ്യമായി. ഞാൻ 4-ാമത്തെ ഭാഗം വിടുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും അടുത്തു പോകരുത്. അത് ദൈവദാസൻ പറഞ്ഞുകൊണ്ട് അത് വിടുക. ഈ 3 പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി 50-20 വാക്യത്തിൽ അതാണ് സന്ദേശമായിട്ട് എങ്ങനെയാണ് അകത്ത മാന്യം, മന്ദത, മുറിവ്, അലക്ഷ്യം മാറ്റുന്നതെന്ന് ജോസഫ് സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എൻ്റെ നേരെ പറഞ്ഞാട്ടെ, എല്ലാവരും ഉറക്കെ അങ്ങ് പറഞ്ഞാട്ടെ. അറിയാവുന്ന വാക്യമല്ലേ? കേൾക്കട്ടെ, പിശാച് കേൾക്കട്ടെ, നിങ്ങളും കേൾക്കട്ടെ, അടുത്തിരിക്കുന്നവരും കേൾക്കട്ടെ. ഉറക്കെ അങ്ങ് പറഞ്ഞാട്ടെ. നിങ്ങൾ എൻ്റെ നേരെ തിരിഞ്ഞു നോക്കണ്ട, നിങ്ങളുടെ കാര്യമല്ലേ ഈ പറയുന്നത്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. എൻ്റെ ദൈവമോ ഇന്നുള്ളതുപോലെ നമുക്ക് നോക്കാം. രൂപേനെ ഈ 11 പേരും വന്നിങ്ങനെ നിരന്ന് നിൽക്കുക. സ്തോത്രം. ബെഞ്ചമിനെ വീട്, പാവത്താനെ അവിടെ വീട്, കൊച്ചിയർക്കനല്ലേ, ബാക്കി 10 പേരുണ്ടല്ലോ. രൂപേനെ നീ വിചാരിച്ചു പൊട്ടക്കിണറ്റ് വീണ ആരും ഇതുവരെ പൊങ്ങി വന്നിട്ടില്ലെന്ന്. പക്ഷെ ഇന്ന് നോക്ക്, ഞാൻ ഇരിക്കുന്ന സിംഹാസനം കണ്ടോ? ഹല്ലേലൂയ. നീ വിചാരിച്ച ദോഷത്തെ ദൈവം എനിക്ക് ഗുണമാക്കി മാറ്റി. ശിമയോനെ, നീ വിചാരിച്ചു എൻ്റെ നിറമുള്ള നിലയെങ്കിൽ വലിച്ചു കീറിയാൽ ജീവിതകാലത്ത് ഞാൻ നല്ല വസ്ത്രം ഉടുക്കത്തില്ലെന്ന്. ഇന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന നേർമയുള്ള വസ്ത്രം കണ്ടോ? ദൈവം എനിക്കത് ഗുണമാക്കി മാറ്റി. എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം? ലേവി, നീ വിചാരിച്ചു പൊട്ടക്കിണറ്റിലിട്ടാൽ എനിക്ക് സ്വപ്നം മൂടിക്കളഞ്ഞെന്ന്. പക്ഷേ ഇവിടെ ഞാൻ ഇരിക്കുന്നത് എൻ്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാ. ദൈവം എൻ്റെ ദോഷത്തെ ഗുണമാക്കി മാറ്റി. ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഉള്ളിലെ നിരാശ പുറത്തോട്ട് കളഞ്ഞാട്ട്, ഉള്ളിലെ ആ മുറിവ് ഒരു സർജനും മാറ്റാൻ കഴിയാത്ത, ഒരു മെഡിസിനും മാറ്റാൻ കഴിയാത്ത 20 വർഷം പഴക്കമുള്ള, 20 മാസം പഴക്കമുള്ള, 2 വർഷം പഴക്കമുള്ള ആ മുറിവ് ഇന്ന് രാത്രി സ്വർഗം ഉണക്കുകയാണ്. പാടുപോലുമില്ലാതെ, പാടുപോലുമില്ലാതെ. സുന്ദര വൈഡല ഹസ്തര വൈഡമനധര ജാന അർഖാരൗഡല ഹത്താരാദി. ആത്മാവിൽ ഏറ്റെടുത്തോട്ടെ. റിസീവ് ദാറ്റ് മിറക്കിൾ ഇൻ ജീസസ് നെയിം. റിസീവ് ദാറ്റ് അനോയിന്റിംഗ് ഇൻ ജീസസ് നെയിം. റിസീവ് ദാറ്റ് ടച്ച് ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ.
Praise the Lord. Udabala hatura dagana balam thara. Arka raudala hastara jana. Vaishamanadia. Praise the Lord. Urabala hambaradia. Arka masiara. Athuradana. Jesus. 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 ലേവി, നീ വിചാരിച്ചു ഹാലല് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചെന്ന് നാട്ടിൽ പറഞ്ഞു പരത്തിയ. ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന ദൂതുകൾ കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ നീ മരിച്ചെന്ന് നോട്ടീസ് അടിച്ചിറക്കിയ. അപ്പനോടെന്ന് പറഞ്ഞത് കാട്ടുമൃഗം പിച്ചി ചീന്തിയെന്ന്. പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും ഇവന് അഡ്രസ് ഉണ്ടാകത്തില്ലെന്നാ ലേവി നീ വിചാരിച്ചത്. ഇന്ന് മിസ്രൈമിൽ ജോസഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ലെന്ന്. നിങ്ങൾ വിചാരിച്ച ദോഷത്തെ എൻ്റെ ദൈവം ഗുണമാക്കി മാറ്റി. ഇന്ന് രാത്രി നിന്റെ പേര് വെട്ടിയ സ്ഥാനത്ത് പുത്തൻ പേര് തരുവാൻ, നിന്റെ അഡ്രസ്സ് വെട്ടിയ സ്ഥാനത്ത് പുത്തൻ അഡ്രസ്സ് തരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ വിചാരിച്ച ദോഷത്തെ എൻ്റെ ദൈവം ഗുണമാക്കി മാറ്റുന്നു. ദൂരബലപ്തര വൈഡ ആരാധല വൈഷ പ്രൗഢേ അംദല വൈഡമൻ അസ്തര ജാന. ജീസസ്. ഹല്ലേലൂയ. ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പാട്ട് പാടുന്നവർ മുന്നോട്ട് വന്നു. നിങ്ങൾക്കും പാടാം, അവസരം തരാം. ഹല്ലേലൂയ. ഒരുമിച്ച് ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ 6-7 മിനിറ്റ് മുന്നേ നിർത്തുന്നത്. പക്ഷെ ദൂത് കേട്ട് കർത്താവിനെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ഇസഹാക്കറെ, നീ വിചാരിച്ചു ഒരു കയ്യിലെ ഭക്ഷണപ്പൊതി തട്ടിയെടുത്താൽ ജീവിതകാലത്ത് ഇവൻ നല്ല ഭക്ഷണം കഴിക്കത്തില്ലെന്ന്. ഞാൻ ആത്മീയ ദൂതുകളായി പറയുന്നത്, ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമല്ല. പക്ഷേ ഇസഹാക്കറെ, നിനക്ക് തെറ്റി. നീ വിചാരിച്ച ദോഷത്തെ കലവറയുടെ താക്കോൽ ഏൽപ്പിച്ച ദൈവം മാനിച്ചത്. മിസ്രൈമിലെ സകല കലവറയുടെയും താക്കോൽ എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് എൻ്റെ കയ്യിലെ ഭക്ഷണപ്പൊതി തട്ടിയെടുത്തവനും അവൻ്റെ 4 തലമുറയ്ക്കും ഭക്ഷണം കൊടുക്കത്തക്കവണ്ണം എന്നെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. എൻ്റെ ദോഷത്തെ ദൈവം ഗുണമാക്കി തീർത്തു. മടങ്ങി വന്നാട്ട്, മടങ്ങി വന്നാട്ട്, ഓട്ടക്കളത്തിലേക്ക് മടങ്ങി വന്നാട്ട്. ഇറങ്ങിപ്പോയ ദൈവദാസി, ഇറങ്ങിപ്പോയ ദൈവദാസ തിരിച്ചു കയറും. Praise the Lord. Hallelujah. Hallelujah. Oh Shamana Hatharadana. Hamdala Ragalkadagana. മരിച്ചു കഴിഞ്ഞാൽ അല്ലെ കാട്ടുമൃഗം പിച്ചിച്ചീന്തി എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ഗ്രഹത്തില് 11 പേർക്ക് വേണ്ടി അവകാശം വീതിക്കുമെന്നാ നിങ്ങൾ സ്വപ്നം കണ്ടത്. പക്ഷേ യോസഫിന് 5 ഇരട്ടി കൊടുത്ത ദൈവം മാനിച്ചത്. എന്തിനേറെ പറയുന്നത്, മിസ്രൈം മുഴുവൻ അളന്നത് യോസഫാണെന്ന്. ഞാൻ സെന്റിന്റെ കണക്കല്ല പറയുന്നത്. നിന്റെ ആത്മീയ ജീവിതത്തിന് വിലയിട്ടെടുത്ത് ആത്മീയത്തിന്റെ നിന്റെ അളവ് കണ്ട് ജനമലലിയ അലലിയ ചങ്കത്ത് കൈവെക്കുന്ന ദിവസങ്ങൾ തൊട്ട് മുമ്പിലുണ്ടെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയും? നിലവിളിച്ച് കരഞ്ഞോ, അലറിക്കരഞ്ഞോ? എൻ്റെ കട്ടത ഞാൻ ഒഴുകിപ്പോയ വെള്ളം പോലെ മറക്കും. ഞാൻ തിരിച്ച് ഓട്ടക്കളത്തിൽ കയറും. അലലിയ ഒച്ചിനെ പോലെ ഇഴയുന്ന എൻ്റെ ആത്മീയം പടക്കുതിരെ പോലെ പായുന്ന കുതിച്ച് ചാട്ടമാക്കി 2025 സ്വർഗം മാറ്റുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ദൈവദാസ, ദൈവദാസി, ഈ കുഞ്ഞുങ്ങൾ പാട്ട് പാടാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആ സഹോദരിയുടെ തോളിലോട്ടൊന്ന് കൈവച്ച് ജസ്റ്റ് പ്ലേസ് യുവർ ഹാൻഡ്സ് അപ്പോൺ ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡ്. ദൈവദാസന്മാരെ, അടുത്ത് നിൽക്കുന്ന ആളുടെ തോളിലോട്ടൊന്ന് കൈവച്ചിട്ട് ആ മനുഷ്യൻ ഇന്ന് കേട്ടോ, നിന്റെ അടുത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ പുറത്താ. നിങ്ങൾക്കറിയത്തില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്പിരിച്വലി ഡിസേണിങ്. ഇന്ന് രാത്രി ആത്മാവിൽ വിവേചിക്കുന്നു. പാസ്റ്റേഴ്സ്, ഹല്ലേലൂയ, ആ ഓട്ടത്തിൻ്റെ ചൂട് കുറഞ്ഞു. വല്ലാതെ മുറിപ്പെടുത്തി കളഞ്ഞവരെ. കാലിൻ്റെ വേഗത വല്ലാതെ കുറഞ്ഞു. 50 വർഷം പ്രസംഗിച്ചിട്ട് ഇതാണോ മറുപടി? എനിക്ക് മറുപടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെലവാക്കിയിട്ട് ഇതാണോ പ്രതിഫലം? ഓടിയിട്ട് അധ്വാനിച്ചിട്ട് ഇതാണോ എനിക്കുള്ള അല്ലെങ്കിൽ അവാർഡ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു ദൈവദാസ്യ നിന്റെ അടുത്ത് നിൽക്കുന്നത്. ഇന്ന് രാത്രി അവരെ തിരിച്ചു കയറ്റുന്ന ഒരു ആത്മാവിന്റെ കൃപാവരം ഈ പന്തലിൽ ചലിക്കുക. ബ്രിങ് ദം ബാക്ക്
ഇന്ന് രാത്രി അവർ മടങ്ങി വരട്ടെ. പിടിച്ചു കൊണ്ടുവാ, അവരെ തിരിച്ചു കൊണ്ടുവാ കൃപയിലേക്ക്, ശുശ്രൂഷയിലേക്ക്, സുവിശേഷ വേലയിലേക്ക്, അധികാരത്തിലേക്ക്, മഹത്വത്തിലേക്ക്, ഓട്ടക്കളത്തിലേക്ക് ഇന്ന് രാത്രി അവരെ മടക്കി കൊണ്ടുവാ.